ാണോ ലീക്കാണെന്ന് അറിയില്ല. വെള്ളം വരുന്നുണ്ട് എന്തായാലും. ഇപ്പം അവിടെ വർക്ക് നടക്കുന്നത് പറഞ്ഞില്ല അവര്, അതുകൊണ്ടായിരിക്കും. ശരി, 21 നമുക്ക് 40 പേര് മരിച്ചിരിക്കുന്നത്. ചേട്ടാ അത് പണിയാലോ, വെരി ഡേഞ്ചറസ് ഡാമാണ്. ഹലോ ഫ്രണ്ട്സ്, പുതിയ വീട്ടിലോട്ട് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ പോകുന്നത് നമ്മുടെ പാലക്കാടിന് സ്വന്തം വാളയാറിലോട്ടിലാണ് കേട്ടോ. നമ്മുടെ വാളയാർ ഡാമുണ്ട്. ഇതുവരെ ഞങ്ങൾ കണ്ടിട്ടില്ല. ഒരുപാട് പേർക്ക് അറിയുമെന്ന് എനിക്ക് അറിയില്ല. സോ ഇന്നത്തെ വീഡിയോയിൽ ഞങ്ങൾ പറയാൻ പോകുന്നത് നമ്മുടെ വാളയാർ ഡാമിനെ കുറിച്ചിട്ടാണ്. അവിടുത്തെ ഒരു ട്രാവൽ ബ്ലോഗാണ് കേട്ടോ. സോ പാലക്കാട് നിന്ന് ഞങ്ങൾ ഏകദേശം ഒരു 10 o'clock തന്നെ ഇറങ്ങി. നല്ല മഴയുണ്ടായിരുന്നു. ഏകദേശം മഴയുടെ ആ ഒരു ഫോഴ്സ് കുറഞ്ഞപ്പോൾ ഞങ്ങൾ വീണ്ടും യാത്ര തിരിച്ചു വാളയാർ ഡാമിലോട്ട്. വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. കാരണം നമ്മുടെ നാഷണൽ ഹൈവേ കൂടെ പോകുമ്പോൾ തന്നെ നമ്മുടെ വാളയാറിലെ വ്യൂ പോയിൻ്റൊക്കെ കാണാൻ പറ്റി. കോയമ്പത്തൂരിലോട്ട് പോകുന്ന ആ റൂട്ടിലൂടെ ആ ഒരു മലനിരകൾ, ആ ഒരു ക്ലൗഡ് എല്ലാം കൂടി നമുക്ക് കാണുമ്പോൾ ഭയങ്കര ഒരു ഭംഗി നമുക്ക് ഫീൽ ചെയ്തു. ഭയങ്കര രസമായിരുന്നു കേട്ടോ. അത്യാവശ്യം നല്ലൊരു എന്താ പറയുക, ട്രാവൽ വൈബായിരുന്നു. കാരണം ആ ഒരു വ്യൂ പോയിൻ്റ് നിങ്ങൾ കാണുമ്പോൾ തന്നെ മനസ്സിലാകും, അത്രയ്ക്ക് നല്ലൊരു ഭംഗി ഉണ്ട് കാണുമ്പോൾ. ഒരു മഴയൊക്കെ പെയ്ത ശേഷം ആ ഒരു കൂളി ക്ലൈമറ്റ് ആയിരുന്നു. സൂപ്പർ റൈഡ് എക്സ്പീരിയൻസ് കൂടിയായിരുന്നു. നമ്മുടെ നാഷണൽ ഹൈവേ കൂടെ പോകുമ്പോൾ അതൊരു ബ്ലോക്ക് കാര്യങ്ങളൊന്നുമില്ല. അങ്ങനെ പോകുമ്പോൾ നമുക്ക് ഈ ഒരു വ്യൂ പോയിൻ്റൊക്കെ നന്നായിട്ട് തന്നെ ആസ്വദിക്കാൻ പറ്റും. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ പറ്റും ആ ഒരു കാർമേഘം, അതുപോലെ തന്നെ ആ മലയുടെ ഫ്രണ്ടിലൊക്കെ അങ്ങനെ നിൽക്കുമ്പോൾ കാണുമ്പോൾ ഭയങ്കര സൂപ്പർ സീൻ തന്നെ ആയിരുന്നു. പിന്നെ അങ്ങനെ നമ്മുടെ മലബാർ സിമെൻറ്റ് ഇവിടെ തന്നെയാണ് കേട്ടോ, വാളയാറിൻ്റെ അടുത്ത് തന്നെയാണ്. അതാണ് നിങ്ങളിപ്പോൾ കണ്ടത്. അപ്പോൾ ഇവിടെയാണ് വാളയാർ റെയിൽവേ സ്റ്റേഷൻ. ഇവിടെ തൊട്ടടുത്ത് തന്നെയാണ് കേട്ടോ. ഞങ്ങൾ ഏകദേശം ആ ഒരു വാളയാർ റെയിൽവേ സ്റ്റേഷൻ എത്താറായി. സോ ഡൂട്ട്സ്, ഇതാണ് നമ്മുടെ വാളയാർ ഡാമിൻ്റെ ബാക്ക് വ്യൂ. ഇവിടെ ഒരുപാട് പേര് മീൻ പിടിക്കുന്നത് കണ്ടു. നമുക്ക് റെസ്ട്രിക്ഷനാണ്, അങ്ങോട്ട് പോകാൻ പാടില്ല. കുറച്ച് ആഴം, അതുപോലെ തന്നെ ചേറ് കാര്യങ്ങളൊക്കെ ഉണ്ട്. നോ എൻട്രി ആണ്. ജസ്റ്റ് ഞങ്ങൾ നോക്കി. അപ്പോൾ അത്യാവശ്യം ആഴത്തിലുള്ള വെള്ളവും അതുപോലെ തന്നെ കുറച്ച് ആൾക്കാർ അവിടെ മീൻ പിടിക്കുന്നതൊക്കെ ഞങ്ങൾ കണ്ടു. അപ്പോൾ ഇതാണ് ബാക്ക് വ്യൂ. കുറച്ച് മഴ നന്നായിട്ടുണ്ടായിരുന്നു. അപ്പോൾ മഴയിൽ തന്നെ ഞങ്ങൾ പോയത്. കേരളത്തിലെ പാലക്കാട് ജില്ലയിൽ പാലക്കാട് കോയമ്പത്തൂർ ദേശീയപാതയിൽ പുതുശ്ശേരി ഗ്രാമപഞ്ചായത്തിലെ വാളയാറിൽ ഭാരതപ്പുഴയുടെ ഒരു പ്രധാന പോഷക നദിയായ കൽപ്പാത്തിപ്പുഴയുടെ കഴിവഴിയായ വാളയാർ പുഴയിൽ നിർമ്മിച്ചിരിക്കുന്ന അണക്കെട്ടാണ് വാളയാർ അണക്കെട്ട്. 1956 പൂർത്തിയായത്. വാളയാർ ജലസേചന പദ്ധതിക്കു വേണ്ടിയായിരുന്നു ഈ അണക്കെട്ട് നിർമ്മിച്ചത്. പാലക്കാടിൻ്റെ ജലസേചനത്തിന് വാളയാർ ഡാം ഒരു വലിയ പങ്കുവഹിക്കുന്നു. മലബാർ സിമെൻറ്റ്സ് തുടങ്ങിയ പല വ്യവസായങ്ങളും ദൈനംദിന ജലലഭ്യതയ്ക്ക് വാളയാർ ഡാമിനെ ആശ്രയിക്കുന്നു. വാളയാർ റെയിൽവേ സ്റ്റേഷൻ്റെ ഓപ്പോസിറ്റ് ഒരു വഴിയുണ്ട് കേട്ടോ. ആ ഒരു റൂട്ട് കൂടിയാണ് ഈ ഒരു വാളയാർ ഡാമിലോട്ട് പോവുക. അത്യാവശ്യം കുറച്ച് കിലോമീറ്റേഴ്സ് ഉണ്ട്. കാരണം ആ ഒരു NH ഒരു 3 to 4 ആ ഒരു കിലോമീറ്റർ ഡിസ്റ്റൻസ് ആണ് ഉള്ളത്.
നമുക്ക് പോകുമ്പോൾ ശരിക്കും ഒരു കാട്ടിലോട്ട് പോയൊരു ഫീലിംഗ് ആണ് കേട്ടോ. ശരിക്കും ഒരു പേടി ഫീൽ ചെയ്യും. ഞങ്ങൾക്ക് അങ്ങനെ തോന്നിയത്. കാരണം ചുറ്റും മരങ്ങൾ, അങ്ങനെ ഒരുപാട് പേര് അങ്ങനെ പോയി വിസിറ്റ് ചെയ്യുന്നില്ല ഈ ഒരു പ്ലേസിലോട്ട്. സോ സ്വാഭാവികമായിട്ടും ആ ഒരു ഫിയർ നമുക്ക് ഫീൽ ചെയ്യും. ഇതിന് ചുറ്റും ഒരുപാട് മണലുകൾ എടുത്ത് വാരിക്കൂട്ടി വെച്ചിട്ടുണ്ട് അവിടെ. എനിക്ക് കാണുമ്പോൾ മനസ്സിലാകും. പിന്നെ ഒരുപാട് പേര് മീൻ പിടിക്കുന്നത് കണ്ടു ഞങ്ങൾ ആ ഒരു സൈഡൊക്കെ. പക്ഷേ അങ്ങോട്ടേക്ക് പോകുന്നതൊക്കെ ഭയങ്കര ഡേഞ്ചറാണ്. കാരണം ഒരുപാട് ചളികളും അതുപോലെ തന്നെ ആഴമൊക്കെ ഉള്ള ഒരു ഡാമാണ്. സോ കെയർഫുള്ളായിട്ട് വേണം പോകാൻ. ഞങ്ങൾ അങ്ങോട്ടൊന്നും പോയില്ല. ഈ ഒരു കാണുമ്പോൾ തന്നെ, ഈ ഒരു കാട് പോലെ ഒരു അവസ്ഥ കാണുമ്പോൾ തന്നെ ശരിക്കും സത്യത്തിൽ ഞങ്ങൾക്ക് ജസ്റ്റ് പേടി തോന്നി. അപ്പോൾ ഏകദേശം ആ ഒരു വാളയാർ ഡാമിൻ്റെ അടുത്ത് ഏകദേശം എത്താറായിട്ടോ ഞങ്ങൾ. പക്ഷെ ഞങ്ങൾ ഭയങ്കര ഹാപ്പി ആയിട്ടാണ് പോയത്. കാരണം ആ ഡാം ഫസ്റ്റ് ടൈമാണ് കാണുന്നത്. ഒരു ടിപ്പിക്കൽ ഡാമാണ്. അപ്പോൾ ഫസ്റ്റ് ടൈമാണ്. ആ ഒരു എക്സൈറ്റ്മെൻറ്റിലാണ് ഞങ്ങൾ ഡാമിലോട്ട് പോകാമെന്ന് പ്ലാൻ ചെയ്തത്, എൻട്രിയിലോട്ട് എത്തിയത്. പക്ഷേ ഒരു വല്ലാത്ത ട്വിസ്റ്റ് ഞങ്ങൾക്ക് കിട്ടി. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അകത്ത് പ്രവേശനമില്ല, അതായത് നോ എൻട്രി ആ ഒരു ബോർഡ് കണ്ടു. അപ്പം ചുറ്റും ആരും ഉണ്ടായിരുന്നില്ല. ശരി, എന്താണ്, ഗേറ്റും തുറന്നിട്ടുണ്ട്, എന്താണ് ഇനിയിപ്പോൾ പഴയ ബോർഡാണോ എന്താണോ ഞങ്ങൾക്ക് കൺഫ്യൂസ്ഡായി. പിന്നെ ഇവിടെ നോക്കിയപ്പോൾ ഒരു മയിൽ അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു വ്യൂ ഒക്കെ സൂപ്പറായിരുന്നു. ശരി, എന്തായാലും ആ ഒരു വ്യൂ പോയിൻറ്റും കാര്യങ്ങളൊക്കെ കാണാമെന്ന് വേണ്ടിയിട്ട് തന്നെ ഞങ്ങൾ ആ ഗേറ്റിൻ്റെ അങ്ങോട്ട് പോകാൻ നിൽക്കുമ്പോഴായിരുന്നു ഒരു ബോർഡ് കണ്ടത്. ഒരു വാർണിംഗ് ബോർഡാണ്. അതിൽ പറഞ്ഞിരിക്കുന്നത് ഡാം റിസർവോയറിൽ ഇറങ്ങുന്നത് കർശനമായി നിരോധിച്ചിരിക്കുന്നു. അപകടകരമായ ആഴമേറിയ ചെളിക്കുഴികളിൽ നിങ്ങളുടെ ജീവൻ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. 1/1/2000 മുതൽ 19 നവംബർ 2017 വരെ 29 പേർ അപകടമരണം സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു വാർണിംഗ് ആണ് ഞങ്ങൾ കണ്ടത്. അത് കണ്ടപ്പോൾ ശരിക്കും ഞങ്ങളൊന്ന് ഷോക്കായി. ഒരുപാട് പേര് ഇവിടെ മരണപ്പെട്ടെന്ന് അറിഞ്ഞപ്പോൾ ശരിക്കും ഭയങ്കര എന്താ പറയുക, പെട്ടെന്ന് ഞങ്ങൾ ഞെട്ടി. ശരിയെന്ന് പറഞ്ഞ് ഒന്ന് തിരിഞ്ഞു നോക്കിയപ്പോൾ പുതിയൊരു ബോർഡ് കണ്ടു. അതിലെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് ജാനുവരി 2000 മുതൽ 30 ജൂൺ 2021 വരെ ഏകദേശം 40 പേര് ഇവിടെ മരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ കണ്ടപ്പോൾ ഭയങ്കര പേടി. പിന്നെ അവർ പറഞ്ഞു, അവിടുത്തെ അവർ തന്നെ പറഞ്ഞു, ഇതിലോട്ട് ഡാമിൻ്റെ ഉള്ളിലോട്ട് പോകാൻ പറ്റില്ല, എൻട്രി റെസ്ട്രിക്റ്റഡ് ആണെന്നൊക്കെ പറഞ്ഞു. സോ അതുകൊണ്ട് ഞങ്ങൾ അതിൻ്റെ ഉള്ളിലോട്ട് പോയില്ല. പിന്നെ അവിടെ അത്യാവശ്യം ഡിഫറെൻ്റായിട്ട് ആ ഒരു മരം കാണാൻ പറ്റിയിട്ടോ. കണ്ട ഡിഫറെൻറ്റ് ഫീൽ തോന്നി. ചുറ്റും ആ ഒരു ഫോറസ്റ്റ് തന്നെയാണ്, ഏകദേശം അതായത് വാളയാർ ഫോറസ്റ്റ് തന്നെയാണ്. അപ്പോൾ അവിടെ ഒരുപാട് മൃഗങ്ങളുടെ ചിത്രങ്ങളൊക്കെ ഞങ്ങൾ കണ്ടു. ഒരു ഫോറസ്റ്റ് ഏരിയ തന്നെയാണ്. അപ്പോൾ ഇങ്ങനെ പോയി ശരി, ഞങ്ങൾ വീട്ടിലോട്ടൊന്ന് തിരിച്ചു പോകാമെന്ന് വെച്ചൊരു പ്ലാൻ ഉണ്ടായിരുന്നു. അപ്പോഴാണ് ഒരു റൂട്ട് ഞങ്ങൾ കണ്ടുപിടിച്ചു. അതായത് ഡാമിൻ്റെ ഒരു ചെറിയൊരു ഫ്രണ്ട് വ്യൂ പോയിൻ്റ് കാണാൻ പറ്റുന്നൊരു സ്ഥലമുണ്ട്. കുറച്ച് ദൂരം പോയാൽ പറ്റുമെന്ന് ഞങ്ങൾ മനസ്സിലാക്കി. അങ്ങനെ ഞങ്ങൾ ആ ഒരു റൂട്ടിലൂടെ ഞങ്ങൾ പോകാൻ നിന്നു. ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ അത്യാവശ്യം ആൾക്കാരൊന്നും ഇവിടെ ഇല്ല, ജനങ്ങൾ കുറവാണ്. അങ്ങനെ ഞങ്ങൾ വാളയാർ ഡാമിൻ്റെ ആ ഒരു ഫ്രണ്ട് വ്യൂയിലോട്ട് എത്താറായി. ഇവിടെ ഒരു അമ്പലം ഉണ്ടായിരുന്നു, ഒരു ചെറിയൊരു അമ്പലം. ആ ഒരു അമ്പലത്തിന് തൊട്ടടുത്ത് തന്നെയാണ് നമ്മുടെ ഈ ഒരു വാളയാർ അണക്കെട്ടിൻ്റെ ആ ഒരു വ്യൂ നമുക്ക് കാണാൻ പറ്റിയത്. സോ സൂപ്പറായിരുന്നു, നല്ലൊരു ഭംഗിയുണ്ടായിരുന്നു കാണാൻ. നല്ല മനോഹരമായ ഒരു എക്സ്പീരിയൻസ് വേണമെന്ന് പറയാം. ഈ ഒരു ഡാമിൻ്റെ നിർമ്മാണം തുടങ്ങിയത് 1953-ലാണ്. ഈ ഒരു ഡാം ഓപ്പൺ ചെയ്തത് 1964-ലാണ്. വാളയാർ ഡാമിൻ്റെ ഉയരം 20.42 മീറ്റർ, നീളം
1478 മീറ്റർ. വാളയാർ ചെക്ക് പോസ്റ്റിംഗ് എല്ലാവരും കണ്ടതാണ്. പക്ഷേ വാളയാർ ഡാം ആരെയും കാണാത്തവരുണ്ടെങ്കിൽ നമുക്ക് വാളയാർ ഡാമിൻ്റെ അടുത്ത് തന്നെയാണ്. തൊട്ടടുത്ത് അമ്പലമുണ്ട് കേട്ടോ. അമ്പലത്തിൻ്റെ അടുത്ത് തന്നെയാണ് ഡാം. ഡാം തുറന്നിട്ടുണ്ട് ചെറുതായിട്ട്. പണി ഡാം തുറന്നതാണോ ലീക്കാണെന്ന് അറിയില്ല. വെള്ളം വരുന്നുണ്ട് എന്തായാലും. അവിടെ വർക്ക് നടക്കുന്നത് പറഞ്ഞില്ല അവര്, അതുകൊണ്ടായിരിക്കും. ഇങ്ങനെ തുറന്നു വിട്ട് ഇതൊക്കെ ഫുള്ളായില്ലേ? തുറന്നു നോക്കുക അവർ വരെ വരും. ഇത് വരുന്നില്ല. ഇപ്പോൾ ഇവിടെ ഇരിക്കണം, സൂക്ഷിക്കാനല്ലേ. അവിടെ പശുക്കൾ വീണു അത്ര അടുത്തിരിക്കുന്നുണ്ട്. ആൾക്കാർ നടക്കുന്നു കളിക്കണം. പണി ചെയ്തോണ്ടിരിക്കുകയാണ്. നല്ല പേര് നടത്തി. സോ ഡൂഡ്സ്, ഇതാണ് നമ്മുടെ വാളയാർ അണക്കെട്ട്. അപ്പോൾ നിങ്ങൾ ഇതുവരെ ഈ ഒരു ഡാമിലോട്ട് വിസിറ്റ് ചെയ്തില്ലെങ്കിൽ ഒന്ന് വന്ന് കണ്ട് നോക്കുക. എൻട്രി റെസ്ട്രിക്റ്റഡ് ആണ്. എന്നാലും നമുക്ക് ഈ ഒരു ഫ്രണ്ട് വ്യൂ വേറെ വഴിയിലൂടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സപ്പോർട്ട് ചെയ്യാം. പുതിയൊരു വീഡിയോയിലോട്ട് ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും. നിങ്ങളുടെ ഈ ഒരു ലവ് ആൻഡ് സപ്പോർട്ട് എപ്പോഴും വേണം. സോ ഫ്രണ്ട്സ്, ഈ ഒരു വീഡിയോ നിങ്ങൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.